السبيل إما شاكرا وإما كفورا إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نضرة وسرورا وجزاهم بما صبروا جنة وحريرا متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا ودانية عليهم ظلالها وذللت قطوفها تذليلا ويطاف عليهم بآنية من فضة وأكواب كانت قواريرا. ഓക്കെ, അവിടെ ഒരു സംഭവം പറഞ്ഞു തരാം. അതിൻ്റെ കൂടെ അവിടെ നിങ്ങൾ നോക്കൂ, കവാരീറ എന്ന് പറഞ്ഞിട്ട് ഒരു അലിഫിന്റെ മുകളിൽ ഒരു പൂജ്യം കാണുന്നുണ്ട്. തൊട്ടപ്പുറത്തെ കവാരീറിന്റെ മുകളിൽ ഒരു പൂജ്യം കാണുന്നുണ്ട്. രണ്ട് പൂജ്യത്തിൽ ലേശം വ്യത്യാസമാണ് അല്ലേ? അത് ശ്രദ്ധിച്ചു, പൂജ്യത്തിനൊക്കെ വ്യത്യാസമുണ്ട്. രണ്ടും ഒരേ പൂജ്യമാണ്. കവാരീറ എന്ന ആദ്യത്തെ അലിഫിന്റെ മുകളിൽ കാണുന്ന പൂജ്യം, അടുത്ത കവാരീറ എന്ന് പറയുന്ന റാ കഴിഞ്ഞിട്ടുള്ള ഒരു അലിഫില്ലേ, കണ്ടില്ലേ? രണ്ടും സെയിം ആണോ? ചെറിയൊരു വ്യത്യാസം അല്ലേ? ഒന്ന് ഇങ്ങനെ ഒരു പ്രത്യേകത ഓവൽ ഷേപ്പ്, മറ്റേതൊരു ഇങ്ങനെ പരന്നൊക്കെ. ഒന്നിന് പറയുന്ന പേര് അലിസിഫ മുസ്തഖീൽ തൊവീലായിട്ട് ആദ്യത്തെ, അത് ഫസ്റ്റ് കവാരീറയിലുള്ളത് തൊവീലായിട്ടുള്ള സിഫറാണ്. രണ്ടാമത്തത് അലിസിഫ മുസ്തഖീൽ. ഈ രണ്ടെണ്ണത്തിന്റെ പ്രത്യേകത, ഒന്നാമത്തത് അത് കവാരീറ എന്ന് പറഞ്ഞ ഒന്നാമത്തെ പിന്നെ ഇതിൽ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഒരു കവാരീറ എന്ന് മദ്ദ് കൊടുത്തിട്ടാണ് പിന്നെ വഖഫ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കവാരീറയിൽ വഖഫ് ചെയ്യുന്ന ഒരു വിഷയം വരുന്നില്ല. അങ്ങനെ കാണുന്ന സിഫർ പൂജ്യം എന്തല്ല ഇല്ല, ഇന്നത്തെ കാണാൻ ശബ്ദമില്ല, അതിനൊരു പിന്നെ റോളൊന്നുമില്ല, ജസ്റ്റ് എഴുതുന്നതാണ്. പല സ്ഥലങ്ങളിൽ കാണാം, കാലു എന്ന് പറയുന്നത് കാണാം, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഈ അലിഫ് സിഫർ കാണാം. അതിന് എന്തില്ല, ഒരു ഇതുമില്ല. പക്ഷെ ഈ ഒരു സംഭവത്തിൽ ഈ ഫസ്റ്റ് കവാരീറ കാണുന്ന അലിഫ് സിഫർ ഒന്നിങ്ങനെ കുത്തനെ തൊവീലായിട്ടാണ്. രണ്ട് സിഫറുകൾ ഉണ്ടെന്ന് പറയാം. അന എന്നുള്ളതിന് കൂടെ എല്ലാത്തിലുണ്ടാവും അന എന്നുള്ളത്. അവിടെ വഖഫ് ചെയ്യുമ്പോൾ അന എന്നല്ല വരിക, അന എന്നൊരു രണ്ട് ദീർഘം കൊടുത്തിട്ട് വഖഫ് ചെയ്യാൻ കഴിയും. അഷ്റഫൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, നോട്ട്ബുക്കിലുണ്ടാവും. അത് നമ്മൾ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പല സ്ഥലങ്ങളിൽ കാണുന്നത്. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഒരു ദീർഘം കൊടുക്കണം. മറ്റോടത്ത് എന്തില്ല, അതിന് ശബ്ദമില്ല, ലിപിയിൽ വരുന്നതാണ്.
സിബ്രുകൾ രണ്ടെണ്ണം ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സാന്ദർഭികമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് 16-ാമത്തെ ആയത്തിൽ മുതൽ തുടങ്ങാം. ഓക്കെ, ഇത് ചെറിയ ആയതായിരുന്നത് ഒറ്റ ശ്വാസത്തിൽ തന്നെ ഓതാം. قوارير من فضة قدروها تقديرا. തക്ദീറ എന്ന് പോലെ ഹാഫിസാക്കിന് മുക്കൽക്കൽ കേട്ടിട്ടുണ്ട്. വഖഫുൽ അതൊരു കൃത്യമായിട്ട് മഖ്റജിലായിരിക്കും വരുന്നത്. അതേപോലെ ഫിദ്ദത്തിൻ എന്ന് പറഞ്ഞ തൻവീനു ശേഷം കാഫ് വന്നിട്ടുണ്ട്. അവിടെ ഉന്നയിമാണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ ഓതാൻ നിങ്ങൾ കേട്ടു. قوارير من فضة قدروها تقديرا.